ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ്. ഏത് ടൈമാണെങ്കിലും നിങ്ങൾക്ക് കാണാമല്ലേ, നിങ്ങൾക്ക് പഠിക്കാൻ ഏത് സമയം തോന്നിയാലും നിങ്ങൾ പഠിക്കണം കേട്ടോ. കമ്മിങ് ബാക്ക്. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ചെറിയൊരു പോർഷനാണ്. അതുകൊണ്ടാണ് കുറച്ച് ഇൻട്രോ ഒക്കെ ഞാൻ പറഞ്ഞത്. കാരണം ചെറിയൊരു വീഡിയോ ആണിത്. വിസ്കോസിറ്റി S1 നോക്കുവാണെങ്കിൽ കോംപ്ലിമെൻ്ററി ഫിസിക്സിൽ ഏറ്റവും ചെറിയ ചാപ്റ്ററും ഏറ്റവും സിംപ്ലസ്റ്റ് ചാപ്റ്ററുമാണ് ഏത്? വിസ്കോസിറ്റി. അങ്ങനെ ഭയങ്കരമായിട്ട് കണ്ടൻസ് ഒന്നുമില്ല, എന്നാലുള്ള കണ്ടൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ പഠിക്കാൻ എളുപ്പമാണ് അല്ലേ. മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനും കൂടിയാണ് കേട്ടോ വിസ്കോസിറ്റി. സോ ഒട്ടും താമസിക്കാതെ തന്നെ എന്താണ് വിസ്കോസിറ്റി? വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് ഫ്ലോ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ലിക്വിഡ് പല ലെയേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യണം. സർഫസുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന ഒരു ലെയറും സർഫസുമായിട്ട് കോണ്ടാക്റ്റ് വരാത്ത ദി അപ്പർ ലെയർ ഉണ്ടല്ലോ, അതായത് അറ്റ്മോസ്ഫിയർ ആയിട്ട് കോണ്ടാക്റ്റ് വരുന്ന ലെയറും, ഈ രണ്ട് ലെയറിനും തമ്മിൽ ഉള്ളൊരു ഇറ്റ്സ് എ ഫ്രിക്ഷണൽ ഫോഴ്സ് ഓഫ് ലിക്വിഡ്. വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്, അതായത് ഒരു ഒപ്പോസിങ് ഫോഴ്സ് ആണ്. We can define it is an opposing force. Okay, yes. So അതായത് താഴത്തെ ലെയർ ശരിക്കും പറഞ്ഞാൽ മുകളിലത്തെ ലെയറിനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം. ഇൻട്രഡക്ഷൻ. സോ വെനെവർ എ ലിക്വിഡ് ഓർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ലിക്വിഡ് ഓർ ഗ്യാസ്, എന്നാൽ ഫ്ലോ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയാണല്ലോ ഫ്ലൂയിഡ്സ്. there is a relative motion between the adjacent layers of liquid, then internal tangential force opposing the relative motion arise. These are known as viscous forces. എന്താണെന്ന് മനസ്സിലായല്ലോ? ഇറ്റ്സ് ക്ലിയർ റൈറ്റ്? എന്താണ് വിസ്കസ് ഫോഴ്സ്? ഞാൻ പറഞ്ഞു അഡ്ജസൻറ്റ് ലെയേഴ്സ് തമ്മിലുള്ള ഒരു അല്ലെങ്കിൽ റിലേറ്റീവ് മോഷൻ, അഡ്ജസൻറ്റ് ലെയേഴ്സ് തമ്മിലുള്ള റിലേറ്റീവ് മോഷൻ കാരണം റിലേറ്റീവ് മോഷൻ ഉണ്ടാവും ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ റിലേറ്റീവ് മോഷനെ ഒപ്പോസ് ചെയ്യുന്ന ഇന്റേണൽ ടാൻജൻഷ്യൽ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ക്ലിയർ? സോ അതാണ് ഫസ്റ്റ് പോയിന്റ്. എന്താണ് വിസ്കസ് ഫോഴ്സ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ വെനെവർ എ ഫ്ലൂയിഡ് ഫ്ലോസ് there is a relative motion between adjacent layers of fluid, then internal tangential force opposing the relative motion arise. This internal force or these forces are known as, അല്ലെങ്കിൽ these are known as viscous forces. ഇനി എന്താണ് വെലോസിറ്റി ഗ്രേഡിയന്റ്? So consider a steady flow of liquid over a horizontal surface. The layer of liquid which is in contact with the horizontal surface is at rest, while the layer at the top will have the maximum velocity. Intermediate layers will have velocity ranging from 0 to maximum. അതായത് സർഫസുമായിട്ട്, അപ്പം നിങ്ങൾ ഇരിക്കുന്ന ടേബിളിൽ കുറച്ച് വെള്ളം എടുത്ത് ഒഴിക്കുവാണെങ്കിൽ വെള്ളം ഒഴിക്കുമ്പോൾ സർഫസുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന വാട്ടറിനൊരു ലെയർ ഉണ്ട്. അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്ന ആ ലെയർ എന്ന് പറയുന്നത് റെസ്റ്റിലാണ്. ഒരു സ്റ്റഡി ഫ്ലോയിൻ്റെ സമയത്ത് ആ ലെയർ എന്ന് പറയുന്നത് റെസ്റ്റിലാണ്, അവിടുത്തെ വെലോസിറ്റി 0 ആണ്. പിന്നെ നമുക്ക് തൊടാൻ പറ്റുന്ന ഒരു ടോപ്പ് സർഫസ് ഉണ്ടല്ലോ, അവിടെയാണ് മാക്സിമം വെലോസിറ്റി വരുന്നത്. ബാക്കിയുള്ള ഇന്റർമീഡിയറ്റ് ലെയേഴ്സിന് 0 മുതൽ മാക്സിമം വരെ ഇത് രണ്ടും തമ്മിലുള്ള ഇതിൻ്റെ ഇടയ്ക്കുള്ള വെലോസിറ്റീസ് ഉണ്ടാവും. സോ വെലോസിറ്റി ഓഫ് സക്സസീവ് ലെയേഴ്സ് വിൽ ഇൻക്രീസസ് ആസ് ദി ഡിസ്റ്റൻസ് ഓഫ് ലെയർ ഫ്രം ദി ഫിക്സ്ഡ് സർഫസ് ഇൻക്രീസസ്. ദെയർ എക്സിസ്റ്റ് എ വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. സോ ഇങ്ങനെ വേരിയേഷൻ വരുന്നത് കൊണ്ട് അവിടെ ഒരു വെലോസിറ്റി ഗ്രേഡിയൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ വെലോസിറ്റി ഗ്രേഡിയൻറ്റ് ഇസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് ഡിസ്റ്റൻസ്. ഇറ്റ് ഇസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് ഡിസ്റ്റൻസ്. സോ നമ്മൾ പറഞ്ഞു വെലോസിറ്റി ഓഫ് താഴെ വരുന്ന ലെയറിൻ്റെ വെലോസിറ്റി v ആണെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് v പ്ലസ് ഡി വി ആണ്. കാരണം ലോവർ ലെയർ എന്ന് പറയുന്നതിന് താഴെ നിന്ന് മുകളിലോട്ട് വരുമ്പോഴാണ് വെലോസിറ്റി കൂടുന്നത്. മേക്ക് ഷുവർ ദാറ്റ്. അങ്ങനെയാണ് ഇവിടെ നമ്മൾ വെലോസിറ്റി ഗ്രേഡിയൻ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി ഡിറൈവ്ഡ് ആസ് ഡി വി ബൈ ഡി എക്സ്. സോ താഴത്തെ ലെയർ നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. താഴത്തെ ലെയറിൻ്റെ വിയും മുകളിലത്തെ ലെയറിൻ്റെ വി പ്ലസ് ഡി വി. വെലോസിറ്റി ഗ്രേഡിയൻറ്റ് വരുമ്പോൾ വി പ്ലസ് ഡി വി മൈനസ് വി ബൈ രണ്ടും തമ്മിലുള്ള സക്സസീവ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡി എക്സ്. അങ്ങനെയാണ് നമുക്ക് ഡി വി ബൈ ഡി എക്സ് എന്ന ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. ആൻഡ് അവിടെ നമുക്ക് വി പ്ലസ് ഡി വിക്ക് പകരം വി2 കൊടുത്താൽ വി2 മൈനസ് v1 ബൈ ഡി എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് വാട്ട് അബൌട്ട് ദി വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. നൗ കംസ് viscosity of fluid
fluid ആണ്, liquid or gas അല്ല, അപ്പോൾ fluid ആണ്. So in an orderly flow of liquid over a plane surface, imagine two successive layers of liquid. The upper layer moves faster than the lower layer, hence the upper layer tries to drag the lower layer along with it, where the lower layer pulls the upper layer backwards. So there is a frictional force between layers which opposes the relative motion between them. So നേരത്തെ പറഞ്ഞു നമ്മൾ എന്താണ് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. മാക്സിമം വെലോസിറ്റി ഉള്ള അപ്പർ ലെയർ ഒട്ടും വരാൻ താല്പര്യമില്ലാതെ റെസ്റ്റ് ചെയ്തിരിക്കുന്ന ലോവർ ലെയറിനെ വലിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ഒപ്പോസിങ് ഫോഴ്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ലെയേഴ്സ് വരുന്നുണ്ട്. ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് വരുന്നത് കൊണ്ടാണ് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ലെയേഴ്സ് വരുന്നത്. ഈ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ലെയേഴ്സിനെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സസിനെയാണ് നമ്മൾ കമ്പൈൻലി വിസ്കസ് ഫോഴ്സസ് എന്ന് പറയുന്നത്. സോ എന്താണ് വിസ്കോസിറ്റി? ദി വിസ്കോസിറ്റി ഓഫ് ദി ഫ്ലൂയിഡ് ഇസ് ദി പ്രോപ്പർട്ടി ഓഫ് ഫ്ലൂയിഡ് ബൈ വെർച്യൂ ഓഫ് ഇറ്റ് ഫ്ലൂയിഡ് ഒപ്പോസസ് ദി റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ഇറ്റ്സ് സക്സസീവ് ലെയർ. ഇങ്ങനെ ഒപ്പോസ് ചെയ്യാൻ കാണിക്കുന്ന പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിസ്കോസിറ്റി എന്ന് പറയുന്നത്. സോ മേക്ക് ഷുവർ ഇറ്റ്സ് ക്ലിയർ. ഫോർ 1 mark it may ask. Viscosity of liquid is the property of fluid by virtue of which fluid opposes the relative motion between the successive layers. Thus there is a viscous force opposing the relative motion between the layers. Hence to maintain the flow of liquid, an external force must be applied to overcome the viscous force. ഓക്കെ, ഇനി നമ്മൾ എക്സ്പ്രഷൻ ആണ് ഡിറൈവ് ചെയ്യുന്നത്. എക്സ്പ്രഷൻ Newton showed that tangential force, viscous force, is directly proportional to surface area and velocity gradient. So അവിടെ നിന്ന് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഒക്കെ ഡിറൈവ് ചെയ്യും. ഇറ്റ് സിമ്പിൾ മാത്സ് ആണ്, ചുമ്മാ ഇക്വേഷൻ. ആ ഒരു പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനെ മാറ്റാൻ യൂസ് ചെയ്യുന്നത് ഈറ്റ, വിച്ച് ഇസ് നോൺ ആസ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. ഇനി നമ്മൾ അവിടെ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയെ ഡിഫൈൻ ചെയ്യുവാണ്. ഇൻ എ സ്റ്റഡി ഫ്ലോ ദി വിസ്കസ് ഫോഴ്സ് ബിറ്റ്വീൻ ലെയേഴ്സ് ഓഫ് ലിക്വിഡ് എഫ് ഇസ് ഈക്വൽ ടു ഈറ്റ. എ എന്ന് പറയുന്നത് ഏരിയ, ഡി വി ബൈ ഡി എക്സ് എന്ന് പറയുന്നത് വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. When area is 1 and dv by dx is 1, f is equal to eta. So coefficient of viscosity of liquid may be defined as the internal tangential force. അല്ലെങ്കിൽ tangential force per unit area when velocity gradient is unity. It is the actually eta എന്ന് പറയുന്നത് coefficient of viscosity എന്ന് പറയുന്നത് it is the tangential force per unit area when velocity gradient is unity. പിന്നെ അതിൻ്റെ ഇതാണ് ദി യൂണിറ്റ് ഓഫ് ഈറ്റ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി വിച്ച് ഇസ് ന്യൂട്ടൺ എസ് എം റേസ് ടു -2 അല്ലെങ്കിൽ പോയ്സ്. നിങ്ങൾക്ക് ഏത് യൂണിറ്റ് വേണോ യൂസ് ചെയ്യാം. ടൈംസ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ പ്ലസ് യൂണിറ്റ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ് ഓർ പോയ്സ്. 1 പോയ്സ് ഇസ് ഈക്വൽ ടു 1 ഡൈൻ പെർ സെക്കൻഡ് സെൻറ്റിമീറ്റർ സ്ക്വയർ. നിങ്ങൾക്ക് പറ്റുന്ന ഏതെങ്കിലും ഒരു യൂണിറ്റ് പഠിച്ചു വെച്ചേക്കാം. പിന്നെ അതിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കുന്നത് ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്തൊക്കെയാണ്? ഏരിയയുടെ ഡയമെൻഷനാണ്, ഫോഴ്സിൻ്റെ ഡയമെൻഷനാണ് mL/(T)⁻². അടുത്ത് എൽ എന്ന് പറയുന്നത് ഡി വി അല്ലേ? അല്ല, ഡി എക്സ് ആണ്. ഡി എക്സ് ലെങ്ത് ആണ് എല്ല് വരുന്നത്. പിന്നെ താഴെ വരുന്ന ഏരിയയാണ് L², മറ്റേത് വെലോസിറ്റിയുടെ ഡയമെൻഷനും ആണ്. സോ അത് അങ്ങനെ നമുക്ക് എന്ത് ഈറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് ഈറ്റയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് mL/(−1 T⁻⁻1 എന്ന് കിട്ടും. സോ ദിസ് ഇസ് എ ജനറൽ ഇൻട്രൊഡക്ഷൻ ഫോർ ദിസ് ചാപ്റ്റർ. ഇവിടെ നമ്മൾ വിസ്കോസിറ്റി എന്താണ്, വിസ്കസ് ഫോഴ്സസ് എന്താണ്, വെലോസിറ്റി ഗ്രേഡിയന്റ് എന്താണ്, ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തു. പിന്നെ ആ എക്സ്പ്രഷനായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന SI യൂണിറ്റും പിന്നെ നമ്മൾ CGS യൂണിറ്റും കൂടെ ഉണ്ട് കേട്ടോ, അതും കൂടെ നോക്കി വെച്ചേക്കാം. ഡയമെൻഷനും പറഞ്ഞു. സോ ദിസ് ഇസ് ദാറ്റ്. നെക്സ്റ്റ് കമ്മിങ് വീഡിയോയിൽ ഈ ചാപ്റ്ററിൽ ഇനി വെറും 2 സെക്ഷൻസും കൂടെ നമുക്ക് നോക്കാനുള്ളൂ ശരിക്കും. പോയ്സലീസ് ഫോർമുലയും പിന്നെ ഒരു ഓസ്റ്റ്വാൾ വിസ്കോമീറ്റർ, ഈ 2 സെക്ഷൻസും കൂടെ ശരിക്കും നമുക്ക് നോക്കാനുള്ളൂ. സോ നമുക്ക് കമ്മിങ് വീഡിയോസിൽ അതും കൂടെ നോക്കാം.